Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ഇഡ്ലി ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് 2.5 കപ്പ് ഇഡ്ലി പൊന്നി അഥവാ ഇഡ്ലി റൈസ് എടുത്തു വെക്കാം. 2.5 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് നമുക്ക് എടുക്കാം. ഉഴുന്നിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉഴുന്നും അരിയും ഇതുപോലെ വെവ്വേറെ പാത്രത്തിൽ എടുത്തിട്ട് നല്ലവണ്ണം കഴുകി നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 6 മുതൽ 8 മണിക്കൂറിന് ശേഷം നമുക്ക് ഉഴുന്നും അരിയും വെവ്വേറെ അരച്ചെടുക്കാം. ആദ്യം ഞാൻ ഉഴുന്നാണ് അരയ്ക്കുന്നത്. ഞാനിവിടെ 2-3 ബാച്ചസ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ഏറ്റവും വലിയ ജാറിൽ അതേ വെള്ളം ഒഴിച്ച്, അതായത് ഞാൻ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ വെള്ളം ഒഴിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വലിയ ഒരു പാത്രത്തിലേക്ക് അരച്ചെടുത്തേക്കുന്ന ഈ മാവ് മാറ്റാം. കുറച്ച് വലിയ പാത്രം തന്നെ സെലക്ട് ചെയ്യണം, കാരണം നമ്മുടെ മാവ് ഫെർമെന്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ ഈ മാവ് കുറച്ചൊന്ന് പൊങ്ങും. അങ്ങനെ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കിയാൽ മതിയാകും. അരിയും ഉഴുന്നും അരയ്ക്കാനായിട്ട് ഇവ സോക്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച അതേ വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ വേസ്റ്റ് ചെയ്ത് കളയുന്നില്ല. അങ്ങനെ നമ്മൾ അരച്ചെടുത്തേക്കുന്ന അരിയും ഉഴുന്നും ഉലുവയും കൂടെയുള്ള മിക്സ്ചർ നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരി കുറച്ച് തരിതരിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ അവസാനത്തെ ബാച്ച് അരി അരയ്ക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ദോശയ്ക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാനും അതുപോലെ തന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാനുമായിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് ചോറ് ഇതിൻ്റെ ഒപ്പം ചേർത്ത് അരച്ചെടുക്കാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ താമസിക്കുന്നത് നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ഈ മാവ് അരച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാവ് ഈ മിക്സിയുടെ ചൂട് കാരണം പെട്ടെന്ന് പുളിച്ചു പൊങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അരച്ചേക്കുന്ന എല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഫെർമെന്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ഫെർമെന്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നത്. നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോവേവിൻ്റെ അകത്ത് ഈ മാവ് മാറ്റി വെക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ മാവ് അരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ മാവ് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 പാത്രത്തിൽ എടുക്കുക. എന്നിട്ട് ഒരു പാത്രം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ആവശ്യമുള്ളപ്പോൾ പുളിപ്പിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 6 മുതൽ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ലവണ്ണം പുളിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു തവി ഉപയോഗിച്ച് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിനു മുൻപ് റേഷനരി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലി ദോശ ബാറ്ററിന്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തത് തീർച്ചയായിട്ടും കാണണം. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇഡ്ഡലി തട്ട് നിരത്തി വെക്കുക. ഇതിലേക്ക് നെയ്യോ എണ്ണയോ നമുക്കൊന്ന് തടവി കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം എളുപ്പം തട്ടിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാത്തിലും നമുക്ക് നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇഡ്ഡലി നമുക്കൊരു കുക്കറിലോ ഇഡ്ഡലി ചെമ്പിലോ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ട് വച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം തിളച്ച് നല്ലവണ്ണം ആവി വന്നതിന് ശേഷം കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇഡ്ഡലി തയ്യാറാകും. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയാണ്. നല്ല ചൂടായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇഡ്ഡലികൾ തട്ടിൽ നിന്ന് എളുപ്പം വിട്ടുപോരാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് സാധാരണ നമ്മൾ അക്വാഗാർഡിന്നോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ എടുക്കുന്ന സാധാരണ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇഡ്ഡലി എളുപ്പം തന്നെ തട്ടിൽ നിന്ന് വിട്ട് കിട്ടും. ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഒരു കാസറോളിലേക്ക് മാറ്റാം. കണ്ടോ, ഒട്ടും തന്നെ തട്ടിൽ പിടിക്കാതെ നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉഴുന്നും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റൈസും ഇഡ്ഡലി റൈസും എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ എളുപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനുള്ള റെസിപ്പിയാണ് നിങ്ങൾ കണ്ടത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് സാമ്പാറും നല്ല തേങ്ങാ ചമ്മന്തിയുടെയും ഒപ്പം ഇഡ്ഡലി നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.